ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കാനുള്ളത് നമ്മുടെ ഈ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ എല്ലാവർക്കും എക്സാമിനർ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിംഗിലെ ചാപ്റ്റർ ആണ് അല്ലെ. ഇത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ജേർണൽ. ഏതൊക്കെയാണ് സ്പെഷ്യൽ ജേർണൽ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് മക്കളെ എന്ത് പിന്നെ സബ്ഡിവിഷൻ ഓഫ് ജേർണൽ എന്താണ്, അതിന്റെ മറ്റൊരു പേരുകളാണ് കേട്ടോ. സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്ക് ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് ജേർണൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ തന്നെ സിംഗിൾ കോളം, ഡബിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ജേർണൽ പ്രോപ്പർ. ഇതൊക്കെ എന്തിനാന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയും, അവസാനം പറയും. അപ്പൊ ഇതൊക്കെയാണ് ക്യാഷ് ബുക്ക്. ക്യാഷിന്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നത് അല്ലെ. പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞാല് സാധനം കടത്തിന്, ഗുഡ്സ് കടത്തിന് വാങ്ങാൻ റെക്കോർഡ് ചെയ്യുന്ന പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ, അതുപോലെ തന്നെ ബിൽസ് പേയബിൾ, ജേർണൽ പ്രോപ്പർ. ഇതാണ് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേർണൽ, സബ്ഡിവിഷൻ ഓഫ് ജേർണൽ, ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാന്നുള്ളത്. ഡബിൾ കോളം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യെസ് ഷുവർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അക്കൗണ്ടിങ്ങില് പ്ലസ് വൺ അക്കൗണ്ട്സിൽ ചോദിക്കുമെന്ന് 100% ഉറപ്പ് പറയാത്ത ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ഇതാണ്. പ്രിപ്പയർ ചെയ്യാൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒരു ചോദ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നേരിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പൊ ഒരു 20 മിനിറ്റിനുള്ളിൽ ഈ മാക്സിമം എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഞാൻ പിന്നെ ഇതാണ് ഡബിൾ കോളത്തിന്റെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഓക്കെ, അത് ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, രണ്ട് സാധനം ഞാനിതാ അതിന്റെ ആൻസർ ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ രീതി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കുക, ആദ്യം നിങ്ങൾക്ക് ചോദ്യത്തില് ഇതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് ബ്രോഡ് എന്നൊക്കെ തരികയാണെങ്കിൽ, ക്യാഷ് ഇൻ ഹാൻഡ് തരികയാണെങ്കിൽ, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ക്യാഷ് അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷം അതിന്റെ ബാലൻസ് ആണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത് ഇവിടെയാണ്. ബാലൻസ് ബ്രോഡ് എന്ന് എഴുതിയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ 5300 ആണ്. അത് നമ്മൾ നേരെ ഇവിടെ കാണിക്കാതെ ബാലൻസ് ബ്രോഡ് എന്ന് എഴുതിയാണ്ട് 5300 ക്യാഷ് കാണിക്കാം. അത് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. നമുക്ക് ബാലൻസ് ബ്രോഡ് എന്ന് എഴുതിയാണ്ട് പിന്നെ ഇതിന്റെ പുറത്ത് കാണുന്നുണ്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരും ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് തരും. അങ്ങനെ ക്രെഡിറ്റ് ബാലൻസ് തരാണെങ്കിൽ അത് എന്തായിരിക്കും, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് അത് കാണിക്കേണ്ടത്? നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇപ്പൊ ഒന്ന് ഡെബിറ്റ് സൈഡും ഒന്ന് ക്രെഡിറ്റ് സൈഡും കാണിച്ചത്. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ മാത്രം ക്രെഡിറ്റ് സൈഡ് കാണിക്കുക, മറ്റേതാണെങ്കിൽ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അതാണ് ഫസ്റ്റത്തത്. പിന്നെ അടുത്ത നോക്കുക, അടുത്ത എന്താണ് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലെ. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ അതിന് എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് ക്യാഷ് ബുക്ക് ആണ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും എൻട്രിയുടെ ഒരു ഭാഗത്ത് ഡെബിറ്റോ ക്രെഡിറ്റ് എൻട്രിയിൽ ക്യാഷോ ബാങ്ക് ഉണ്ടോ നോക്കുക. ഇതിൽ ക്യാഷോ ബാങ്ക് ഉണ്ടോ നോക്കൂ. അപ്പൊ നമ്മൾ ഈ എൻട്രിയിൽ ക്യാഷിന്റെ നോക്കുക, ക്യാഷ് ഏത് സൈഡിലാണ്, ക്രെഡിറ്റ് ഭാഗത്താണ്. അപ്പൊ നമ്മൾ ഈ അക്കൗണ്ടിന്റെ ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ്, ഇതാണ് ക്രെഡിറ്റ് ഭാഗം. ക്രെഡിറ്റ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. നേരെ ഇത് തൊട്ട് മുകളിലെ പേര് ചെയ്താ, ഇതിന്റെ പേര് ചെയ്താ പർച്ചേസ് ചെയ്തിട്ട് ആ എമൗണ്ട് എവിടെ കൊടുക്കുക, ക്യാഷിന് കൊടുക്കുക ആണോ. ഓക്കെ, ഇത് ഇവിടെ ക്യാഷിന് ആയതുകൊണ്ട് ആ എമൗണ്ട് കൊടുക്കുക, ക്യാഷിന് കൊടുക്കുക 2750 എമൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പോവാണ്. ക്യാഷ് പോകുമ്പോൾ എഴുതുക, പേയ്മെന്റ്സ് എഴുതുക. ക്യാഷ് വരുമ്പോൾ റിസീപ്റ്റ്സ് എഴുതുക, പോകുമ്പോൾ പേയ്മെന്റ്സ് എഴുതുക. ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഡേറ്റ് റിസീപ്റ്റ്സ്, LF ക്യാഷ്, ബാങ്ക് ഡേറ്റ്, പിന്നെ പേയ്മെന്റ് LF ക്യാഷ്, ബാങ്ക്. അതാണ് അതിന്റെ ഫോർമാറ്റ്. ഇനി അടുത്ത കാണിച്ചാൽ നോക്കൂ, ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ എൻട്രി ഇങ്ങനെ വരിക, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് എന്നാണ് എൻട്രി വരിക. അപ്പൊ ഇതിൽ ക്യാഷ് ഉണ്ട്. ക്യാഷ് ഏത് ഭാഗത്താണ്, ഡെബിറ്റ് ഭാഗത്താണ്. അപ്പൊ ഈ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്തു, സെയിൽസ് കേട്ടോ. സെയിൽസ് എമൗണ്ട് കൊടുത്തു 13,500 കൊടുത്തു. ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം, നോക്കൂ, ഈ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടില്ലേ, നമ്മൾ കിട്ടുമ്പോൾ ഏത് ഭാഗത്തേക്കും റെസിപ്റ്റ്സ് എഴുതും, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക്. ഓക്കെ, പിന്നെ അതുപോലെ അടുത്ത നോക്കൂ, അടുത്ത എന്താണ്, അടുത്ത ചോദ്യം നോക്കൂ, അടുത്ത ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് അല്ലെ. ഇത് നമ്മൾ കോൺട്രാ എൻട്രി എന്താ പറയാ, കോൺട്രാ എൻട്രി. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് അതിന് എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ക്യാഷ് ആണ് അല്ലെങ്കിൽ ബാങ്ക് ഒരു ഭാഗത്തുണ്ടാവും. ഇതിൽ രണ്ട് എൻട്രി ഒന്നിച്ച് ഇതിന് പറഞ്ഞ പേരാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. എന്താ പറയാ, കോൺട്രാ എൻട്രി. ഇങ്ങനെ വരുമ്പോൾ നോക്കൂ, ഇതിന്റെ ഡെബിറ്റ് ഭാഗത്ത് എന്താണ്, ബാങ്കില്. അപ്പൊ നമ്മൾ നേരെ ഡെബിറ്റ് ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ക്യാഷ് ചെയ്തു കേട്ടോ. ഈ ഇതിന്റെ ഓപ്പോസിറ്റുള്ള സാധനം ക്യാഷ് ഇല്ലേ, അതിന്റെ പേരാണ് നേരെ കൊണ്ടിട്ട് ചെയ്തത് ക്യാഷ് എന്ന് എഴുതി കേട്ടോ. എന്നിട്ട് എമൗണ്ട് എവിടെ കൊടുത്ത്, ബാങ്ക് കോളത്ത് കൊടുത്ത്. കാരണം എന്താ, എമൗണ്ട് ബാങ്ക് കോളത്ത് കൊടുക്കാൻ കാരണം എന്താണ്, ഡെബിറ്റിന് ബാങ്ക് ആണുള്ളത്, അതുകൊണ്ടാണ് എമൗണ്ട് ബാങ്ക് കോളത്ത് കൊടുത്തത്. ഇനി നേരെ ഇവിടെ തിരിച്ചു വന്നിട്ട് 7ാം തീയതി സെയിം ഡേറ്റ് വേണ്ടോ,
ക്രെഡിറ്റ് സൈഡിലാണ് ബാങ്ക് ഉള്ളത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ നേരെ എന്ത് കൊണ്ടിട്ട് ബാങ്ക് എഴുതി കണ്ടോ. ബാങ്കിൽ എഴുതിയിട്ട് ആ എമൗണ്ട് എവിടെ കൊടുത്ത് ക്യാഷ് കൊടുത്ത് കാരണം ക്യാഷ് ക്രെഡിറ്റില് ക്യാഷ് നിൽക്കുന്ന ക്രെഡിറ്റ് സൈഡിൽ ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്യാഷിലാണ് എമൗണ്ട് കൊടുത്ത്. ഡെബിറ്റ് സൈഡിൽ ബാങ്ക് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ബാങ്ക് എമൗണ്ട് കൊടുത്തു ചെയ്തു കേട്ടോ. ഇതാണ് കോൺട്രാ എൻട്രി. എന്നിട്ട് അതിനൊന്ന് മെൻഷൻ ചെയ്യുക. കോൺട്രാ എൻട്രി സി ആർ കാണിച്ചിട്ടുണ്ടോ? കോൺട്രാ എൻട്രി എന്ത് ചെയ്യുക ഷോ ചെയ്യുകയും ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത നോക്കൂ. അടുത്ത റിസീവ് ചെക്ക് ഫ്രം മുരളിയുടെ ചെക്ക് കിട്ടി അല്ലെ. പിന്നെ അവൻ എന്ത് ചെയ്തു പിന്നെ അതിന് എൻട്രി ഇട്ട് എന്താണ് അതിന് എൻട്രി ആണ് കൊടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ടു സോറി റിസീവ് ചെക്ക് ഫ്രം മുരളി ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് ഇതിന്റെ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് എൻട്രി അല്ലെ. അപ്പൊ ഇതിൽ ഡെബിറ്റ് സൈഡ് ക്യാഷ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്ത് മുരളി എഴുതി നമ്മൾ കൊടുത്തു കേട്ടോ. അതേപോലെ എല്ലാം ചെയ്യാം. ചെക്ക് റിസീവ്ഡ് ഫ്രം മുരളി പെയ്ഡ് ഇൻ ടു ബാങ്കിലെ മുരളിൽ നിന്ന് ചെക്ക് കിട്ടിയാൽ അങ്ങോട്ട് കൊടുത്തു ബാങ്ക് കൊടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്. അപ്പൊ ഡെബിറ്റ് സൈഡ് ബാങ്ക് ആണ്. അപ്പൊ ഡെബിറ്റ് സൈഡ് നമ്മൾ നേരെ കൊണ്ടിട്ട് ക്യാഷ് ചെയ്തിട്ട് അമൗണ്ട് ബാങ്കിൽ കൊടുത്ത് ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്ത് നേരെ പിന്നെ കൊണ്ടിട്ട് ബാങ്ക് ചെയ്തിട്ട് അമൗണ്ട് ക്യാഷിൽ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ പൈസ നിങ്ങൾ വെച്ചിട്ട് പറയുമ്പോൾ എൻട്രി വരിക ഡ്രോയിങ്സ് ഏത് യൂസ് എന്ന് പറഞ്ഞു. ഏത് യൂസ് എന്ന് പറഞ്ഞെങ്കിൽ ബിസിനസ് യൂസ് ആണ്. ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് എൻട്രി കേട്ടോ. ഏത് യൂസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് യൂസ് ആണ് എൻട്രി വരിക. അപ്പൊ നോക്കൂ. അപ്പൊ ക്യാഷ് ആണ് ഡെബിറ്റ് സൈഡ്. അപ്പൊ നേരെ ഡെബിറ്റ് സൈഡ് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു ബാങ്ക് ചെയ്തു കേട്ടോ. ബാങ്ക് ചെയ്തിട്ട് അമൗണ്ട് ക്യാഷ് കൊടുത്തു കാരണം ക്യാഷ് ആണ് ഡെബിറ്റ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക ക്യാഷ് ചെയ്തിട്ട് അമൗണ്ട് ബാങ്കിൽ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് വരിക കേട്ടോ. പിന്നെ ചിത്ര കൊടുക്കുമ്പോൾ ചെക്ക കൊടുത്തു. അപ്പൊ ചിത്ര അക്കൗണ്ട് ടു ബാങ്ക് എന്നാ വരിക. ചിത്ര അക്കൗണ്ട് ടു ബാങ്ക് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്തു ചിത്ര ഇതേപോലെ ഡബിൾ കോളം എന്ത് ചെയ്യാം നമ്മൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിനെന്ത് നോക്കുക അതിനെന്ത് നോക്കണം പിന്നെ റിസീപ്റ്റ്സ് ഓഫ് പേയ്മെന്റ് ഒക്കെ നോക്കുക. അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുക. രണ്ട് സൈഡ് ബാലൻസ് ചെയ്യുമ്പോൾ പിന്നെ രണ്ട് സൈഡ് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ കൂടുതൽ കിട്ടുന്നത്. ഇപ്പൊ നോക്കൂ ഈ ഭാഗത്താണ് കൂടുതൽ. ഇവിടെ 30,800 ഉണ്ട്. ഇവിടെ അത്ര ഇല്ല. ഇവിടെ എമൗണ്ട് കുറവാണ്. ആ 30,800 ഈ എമൗണ്ട് ഒക്കെ കുറക്കുക. ഇവിടെ കുറവ് ഈ എമൗണ്ട് ഒക്കെ കുറക്കുമ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് കിട്ടാൻ 35,550 അല്ലെ സോറി പിന്നെ 3,550. അതേപോലെ ഈ ഭാഗത്ത് കൂടുതൽ 15, 21 ഈ ഭാഗത്ത് 23,800 ഉണ്ട് അല്ലെ. ഇവിടെ അത്ര ഇല്ല. ഇവിടെ അത്ര ഉള്ളൂ. ഇവിടെ കുറവാണ്. ഇവിടെ അത്ര ഇല്ല. അപ്പൊ കുറക്കുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടാൻ 12,200. ഈ 23,800 ഇവിടുത്തെ എമൗണ്ട് കുറച്ചു കിട്ടും. നിങ്ങൾ ചെയ്യാം. സമയം ഞാൻ പറയാം ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. ആ പൈസ നേരെ ഇറക്കേണ്ടത് അടിക്ക് ചെയ്ത പ്രോഡം ചെയ്യട്ടോ. ഈ പൈസ ഇറക്കി ചെയ്ത 3,550 അതുപോലെ 12,200 ബാലൻസ് ബ്രോഡോൺ ഇതാണ് ഡബിൾ കോളം ക്യാഷ്. നിങ്ങൾ ഷുവർ ആയിട്ട് പഠിക്കുന്ന ചോദ്യമാണ്. നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കും കേട്ടോ. സംശയം ഒന്നും റിപ്പീറ്റ് അടിച്ച് കാണാം കേട്ടോ. അപ്പൊ കുറച്ച് സമയമുള്ളൂ. നമ്മൾ ഇതിന്റെ ക്ലാസ് നമ്മൾ ഒരുപാട് ക്ലാസ് നമ്മൾ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്നും എന്ത് ചെയ്യാം നോക്കട്ടോ. ഓക്കെ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് പെറ്റി ക്യാഷ് ബുക്ക് ആണ് അല്ലെ. പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പെറ്റി ക്യാഷ് ബുക്ക് നോക്കി എങ്ങനെ പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യാം. പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യാൻ നോക്കും. ആദ്യമാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പറയണേ. ഈ ഫോർമാറ്റ് നോക്കുന്നത് റിസീപ്റ്റ്സ് എമൗണ്ട് റിസീപ്റ്റ്സ് കൊടുക്കുക അല്ലെങ്കിൽ എമൗണ്ട് റിസീവ്ഡ് കേട്ടോ. എമൗണ്ട് റിസീവ്ഡ് കൊടുക്കുക. എമൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ റിസീപ്റ്റ്സ് കൊടുക്കുക. ആദ്യം നോക്കൂ. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുണ്ട് റിസീവ്ഡ് പെറ്റി ക്യാഷ് 2000 അല്ലെ. ഡേറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട ആ സാധനമാണ്. ആദ്യം ഡേറ്റ് കൊടുക്കണ്ട. അവിടെ 2020 ഡേറ്റ് കൊടുത്ത് March 1 ഡേറ്റ് കൊടുത്ത് എത്രയാണ് എമൗണ്ട് കിട്ടിയത് 2000 നമുക്ക് എമൗണ്ട് കിട്ടിയത്. എന്നിട്ട് അതിന്റെ നേരെ ആ എമൗണ്ട് 2000 ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് അതിന് നേരെ ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ ഇതാണ് ഫസ്റ്റ് ഇത് ചെയ്യേണ്ടത്. ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് എമൗണ്ട് കൊടുക്കുക കേട്ടോ. ഇതിന് ഡേറ്റ് കൊടുക്കുക എമൗണ്ട് കൊടുക്കുക. എന്നിട്ട് നേരെ ക്യാഷ് റിസീവ്ഡ് കൊടുക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത് അടുത്തത് പെയ്ഡ് ഫോർ കാർട്ടേജ്. കാർട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ ചരക്ക് കൂലി എന്നൊക്കെ അർത്ഥം വണ്ടിക്കൂലി എന്നൊക്കെ അർത്ഥം അല്ലെ. അപ്പൊ നമ്മൾ അതിനൊരു കോളം കൊടുക്കുക. കാർട്ടേജ് എന്നൊരു കോളം കൊടുത്തു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു അതിന്റെ നമ്മുടെ കാർട്ടേജ് എഴുതിയിട്ട് അതിന്റെ നേരെ എമൗണ്ട് കൊടുത്ത് 50 കൊടുത്തു. ഇത് ടോട്ടൽ കോളാണ്. ടോട്ടൽ എമൗണ്ട് ആണ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആണ്. അപ്പൊ ഈ 50 ടോട്ടൽ 50 തന്നെയാണ്. അപ്പൊ അത് കാണിച്ചു കേട്ടോ. പിന്നെ അതുപോലെ അടുത്ത് നോക്കൂ പെയ്ഡ് ഫോർ പോസ്റ്റേജ്. പോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് കോൾ കൊടുത്ത് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. പോസ്റ്റേജ് ടെലഗ്രാം ഒക്കെ ഒന്നിച്ച് പോസ്റ്റേജ് ടെലഗ്രാമിന് കോൾ കൊടുത്ത് നോക്ക്. പോസ്റ്റേജ് എത്ര 140 നേരെ കൊടുത്ത് 150 കൊടുത്ത് അതിന്റെ ടോട്ടൽ എത്ര തന്നെയാണ് 140 തന്നെയാണ്. അതേപോലെ എല്ലാ ഐറ്റും പെയ്ഡ് ഫോർ ടാക്സി ഫെയർ. ടാക്സി ഫെയർ എന്ന് പറയുന്നത് യാത്ര കൂലിയാണ്. അപ്പൊ നമ്മള് കാസ്റ്റേജ് പറഞ്ഞ ചരക്ക് കൂലിയാണ്. പിന്നെ അപ്പൊ ഇത് രണ്ടും കൂലിയാണല്ലോ. അപ്പൊ നമ്മളിത് ഒന്നിച്ച് ഇവിടെ കൊടുത്തു. കാർട്ടേജിന് ടാക്സി കൊടുത്ത് ഇനി വേറെ കൊടുക്കുക ഇവിടെ ഒന്നിച്ച് കൊടുത്തു. കാർട്ടേജ് ടാക്സി കണ്ടോ. ടാക്സി ഫെയർ എഴുതിയിട്ട് പിന്നെ ഇവിടെ എന്ത് ചെയ്തു 100 കൊടുത്തു. ഇനി ട്രാവൽ എക്സ്പ്രസ് എങ്ങനെ കാണിക്കുക അങ്ങനെ കാണിക്കട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ 100 കൊടുത്തു. അതിന്റെ ടോട്ടൽ എത്ര 100 തന്നെയാണ്. റീഫ്രഷ്മെന്റ് അടുത്ത ഐറ്റം ഇവിടെ റീഫ്രഷ്മെന്റ് കേട്ടോ. റീഫ്രഷ്മെന്റ് ആണ്. ആ റീഫ്രഷ്മെന്റ് എന്നുള്ള ഐറ്റം നമ്മൾ പുതിയ കോളം കൊടുത്തു. റീഫ്രഷ്മെന്റ് കോളം കൊടുത്തു. അവിടെ എമൗണ്ട് കൊടുത്തു. ഇവിടെ അതിന്റെ ടോട്ടൽ കൊടുത്തു അല്ലെ. അതേപോലെ എല്ലാ ഐറ്റം പർച്ചേസ് സ്റ്റേഷനറി. സ്റ്റേഷനറി ഇതാ സ്റ്റേഷനറി കൊടുത്തു. സ്റ്റേഷനറി കൊടുത്തിട്ട് അതിന് കോളം കൊടുത്തു. സ്റ്റേഷനറി കൊടുക്കുമ്പോൾ ഇവിടെ പ്രിന്റിംഗ് കൂട്ടി കൊടുക്കുന്നതല്ല കേട്ടോ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കേട്ടോ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി നേരെ അതിന്റെ എമൗണ്ട് കൊടുത്തു. എത്രയാണ് പ്രിന്റിംഗ് സ്റ്റേഷനറി എമൗണ്ട് 80 ആണ് കേട്ടോ. 80 നേരെ കൊടുത്തു. പിന്നെ ടെലഗ്രാം അല്ലെ. പിന്നെ അടുത്തെന്താണ്
പെയ്ഡ് ഫോർ ടെലഗ്രാം. ടെലഗ്രാമിന് അപ്പൊ എന്ത് ചെയ്തു നമ്മൾ പോസ്റ്റേജ് ടെലഗ്രാം റിപ്പോർട്ട് കൊടുക്കുക. പോസ്റ്റേജ് ടെലഗ്രാം എന്നിട്ട് അതിന് ഓൾറെഡി നമ്മൾ എഴുതിയ അതിന് എമൗണ്ട് ഇങ്ങനെയാണ് ഇത് ചെയ്യുക. റിപ്പയർസിന് റിപ്പയറിംഗ് ഒരു കോളം കൊടുത്തത്, റിപ്പയർ ആണ് അടുത്ത് ആ റിപ്പയറിന് ഒരു കോളം കൊടുത്തു, എമൗണ്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യുക ബാലൻസ്. ബാലൻസ് നോക്കി ഇവിടുന്ന് വരക്കുന്നത്, ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് ബാലൻസ് ചെയ്യുക. ഇവിടെ ഓരോ കോളം ബാലൻസ് ചെയ്താൽ ഇവിടെ 150 ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുണ്ടോ, ഓരോ കോളത്ത് ബാലൻസ് ചെയ്തിട്ടു. ബാലൻസ് ചെയ്തിട്ട് ഈ അത് ചെയ്യുക. അത് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഈ എമൗണ്ട് എന്താ അത് ഇത് ടോട്ടൽ ചെയ്യാം കേട്ടോ. ഇത് തമ്മിലാണ് ടോട്ടൽ, ഈ രണ്ട് എമൗണ്ടുകളും തമ്മിലാണ് ടോട്ടൽ ചെയ്യേണ്ടത്. ഇവിടെ ടോട്ടൽ എമൗണ്ട് 2000 ആണ്. ഈ ഭാഗത്ത് ടോട്ടൽ എമൗണ്ട് വരുന്നത് 780 ആണ് കേട്ടോ. ഇവിടെ എത്ര ടോട്ടൽ 780 ആണ്. സോറി 1000 എത്രയാണ് 1200 ആണ് ഇതിന്റെ ടോട്ടൽ. എത്രയാണ് 1200 ആണ് കേട്ടോ. എത്രയാണ് 1200 അല്ല 1200 അല്ലല്ലോ. പിന്നെ എത്രയാണ് നോക്കി 780. അത് ഇങ്ങനെ മൊത്തം കൂട്ടുമ്പോൾ 700 കൂട്ടിയിട്ട് 780. ആ 780 നിന്ന് എന്ത് ചെയ്യണം, എന്താണ് ടോട്ടൽ. ഇവിടെ 2000 ഉണ്ട്, ഇവിടെ എമൗണ്ട് എത്രയാണ് 780. അപ്പൊ ഈ 2000 നിന്ന് 780 കുറച്ച് ബാക്കി എത്ര കിട്ടും 1220 കിട്ടും. അതിന് നേരെ ബാലൻസ് ക്യാരിഡ് ഒന്ന് കൊടുക്കുക. ആ എമൗണ്ട് നേരെ അടിയിലേക്ക് ഇറക്കി ചെയ്താൽ 1220 അതിന് നേരെ കൊടുക്കുക. ബാലൻസ് ബ്രോഡ് ഒന്ന് കൊടുക്കുക ആ എമൗണ്ട് കേട്ടോ. എന്നിട്ട് അടിയിൽ ഈ ക്യാഷ് ഇവിടെ കൊടുത്ത ക്യാഷ് ഒന്നുകൂടി ഇറക്കിയാണ് അടിയിൽ 780 ഇറക്കി ചെയ്തിട്ട് അതിന് നേരെ എന്താ ചെയ്യുക ക്യാഷ് ചെയ്ത് ഈ ക്യാഷ് റിസീവ് ചെയ്താലും കമ്പനി ക്യാഷ്. അതാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കി. അടുത്ത എന്താണ്, അടുത്ത എന്റെ പർച്ചേസ് ബുക്കാണ്. പർച്ചേസ് ബുക്ക് ഒന്നുമില്ല. പർച്ചേസ് ഫ്രം സൂര്യ ട്രേഡേഴ്സിന് വാങ്ങി വാങ്ങിയ സാധനം നോക്കിട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കമ്പനിയുടെ പേര് കൊടുക്കുക. നമ്മൾ സൂര്യ ട്രേഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്തു ആ കമ്പനിയുടെ പേര് കൊടുത്തു. ഫോർമാറ്റ് ഒക്കെ നിങ്ങൾ നോക്കിട്ടോ. ഫോർമാറ്റ് എന്താ ഡേറ്റ്, ചില പിന്നെ നെയിം ഓഫ് സപ്ലർ, ചില ആൾക്കാർ ഇവിടെ ശേഷം ഇൻവോയ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതിന് തെറ്റൊന്നുമില്ല. ഇങ്ങനെ വന്നാലും പ്രശ്നം എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്തിട്ടോ. ചിലപ്പോൾ ഇൻവോയ്സ് നമ്പർ ഇവിടെ 3 വന്നിട്ടുണ്ടാവും. അങ്ങനെ ചെയ്താൽ തെറ്റില്ല, മിസ്റ്റേക്ക് കേട്ടോ. ഓക്കെ, പിന്നെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. കമ്പനിയുടെ പേര് ചെയ്താൽ എന്നിട്ട് അവിടുത്തെ വാങ്ങിയ സാധനം എന്താ 20 വാച്ച് വാങ്ങി 150 രൂപ, 30 കിഡ്സ് ഗ്ലാസ് വാങ്ങി അതിന് ഡിസ്കൗണ്ട് കിട്ടിയതോ. അപ്പൊ ആ സാധനങ്ങളൊക്കെ അതേപോലെ ഇതുണ്ടോ. 20 ബോയ്സ് വാച്ച് വാങ്ങി, പിന്നെ 30 കിഡ്സ് ഗ്ലാസ് വാങ്ങി, ഈ സാധനങ്ങളൊക്കെ വാങ്ങി. അത് നോക്കി ഒന്നിന്റെ വിലയാണ് പിന്നെ 150. അങ്ങനെ 20 വാങ്ങി. അപ്പൊ 20 × 150 3600. 30 കിഡ്സിന്റെ സൺഗ്ലാസ് 30 × 240. അങ്ങനെ ടോട്ടല് 10800 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് 10%. ഡിസ്കൗണ്ട് എങ്ങനെയാണ് 10800 × 10/100 ചെയ്താൽ മതി. അത് കിട്ടും നമുക്ക് 1080 ആണോ. അപ്പൊ അങ്ങനെ ഈ 10800 1080 കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് 9720. ഡിസ്കൗണ്ട് എപ്പോഴും കുറക്കണം സാധനമല്ലേ, ഡിസ്കൗണ്ട് നമ്മൾ കുറക്കണം കേട്ടോ. ഓക്കെ, അതാണ് അതിലുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കുക. അടുത്ത 12-ാം തീയതി 15 ലേഡീസ് വാച്ച് വാങ്ങിയത്. കമ്പനിയുടെ പേര് മായ ഏജൻസി എന്നാണ്. അന്ന് 15 ലേഡീസ് വാങ്ങി 10 സ്റ്റോപ്പ് വാച്ച് വാങ്ങി 120 രൂപയ്ക്കാണ്. അതിനും ഡിസ്കൗണ്ട് ഉണ്ട് 5% അല്ലേ. അപ്പൊ നമ്മള് ആ കമ്പനിയുടെ പേര് മായ ഏജൻസി എഴുതി. എന്നിട്ട് ആ വാങ്ങിയ സാധനം 15 ലേഡീസ് വാച്ച് 200 രൂപ വെച്ചാണ് അല്ലേ. അപ്പൊ നോക്കി 15 × 200 ഉണ്ടാവും 3000 ഉണ്ടാവും. അതുപോലെ തന്നെ 10 സ്റ്റോപ്പ് വാച്ച് ആണെങ്കിൽ 10 × 120 വെച്ച് 1200. 4200 ടോട്ടൽ 4200. പിന്നെ നമുക്ക് അതിന് ഡിസ്കൗണ്ട് ഉണ്ട് 5%. 5% 4200 × 5/100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 210 ഡിസ്കൗണ്ട് കിട്ടും. ആ എമൗണ്ട് നേരെ കൊണ്ട് അവിടെ എഴുതിച്ചത് അങ്ങനത്തെ വീട്ടിൽ കാണിക്കരുത്. ഈ 4200 കുറച്ച് ബാക്കി ചെയ്താൽ 3900. പിന്നെ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് ഇത് രണ്ടും കൂടെ കൂട്ടിയിടാം 13710. അതിന്റെ നേരെ കാണിച്ചാൽ ടോട്ടൽ കൊടുത്തില്ലെങ്കിൽ ഇതാണ് പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഏത് സെയിൽസ് ബുക്കും. സൂട്ടബിൾ ഡേ ബുക്ക് പ്രിപ്പയർ സൂട്ടബിൾ. അപ്പൊ ഗുഡ്സ് സോൾഡ് ആണ്. സോൾഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ബുക്ക് ആണ്. സെയിം പാറ്റേൺ ആണ്, ഒരു മിസ്റ്റേക്കും ഇല്ല, അതേപോലെ തന്നെ വരിക. നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു തരാം. നമുക്ക് ഇനി പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് അതിന്റെ ഫോർമാറ്റ് ആണ്. പിന്നെ ഇവിടെ ഡേറ്റ് നെയിം ഓഫ് കസ്റ്റമർ കൊടുക്കുക. നെയിം ഓഫ് കസ്റ്റമർ കേട്ടോ. നെയിം ഓഫ് കസ്റ്റമർ എന്നാണ് ഇതിന്റെ നെയിം ഓഫ് കസ്റ്റമർ കൊടുക്കുക കേട്ടോ. ഇവിടെ കമ്പനിയുടെ പേരായി കൃഷ്ണ സ്റ്റോർ. ഇവിടെ നോക്കി കൃഷ്ണ സ്റ്റോറിന് വാങ്ങിയ കമ്പനിയുടെ പേര് വാങ്ങിയ സാധനം 40 ടീഷർട്ട് 25 ജീൻസ് വാച്ച് ഇതൊക്കെയാണ് വാങ്ങി. 10% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് അല്ലെ ഈ ചോദ്യത്തിന്. അപ്പൊ അതേപോലെ കൊടുത്തതാ 40 ടീഷർട്ട് വാങ്ങി 40 ഒന്നിന്റെ വില 500, 40 500 20000. 25 ജീൻസ് വാങ്ങി 750 രൂപ ഒന്ന്. ഇപ്പൊ 25 × 750 18750. ടോട്ടൽ 38,750. അതിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് 3825. ഇങ്ങനെ കാണാം 38,750 × 10/100 ചെയ്താൽ മതി 10% വരും. അത് കുറച്ച് ബാക്കി ഉണ്ടാവും 34,775. അതേപോലെ എല്ലാ സ്ഥലത്തെ കമ്പനിയുടെ പേര് കമ്പനിയുടെ പേര് എഴുതി. പിന്നെ 20 ചുരിദാർ 400 റുപ്യച്ചാണ്. അപ്പൊ 20 × 400 1000. 50 കുർത്ത വാങ്ങി 300 റുപ്യച്ചാണ്. അപ്പൊ 50 × 300 15,000. ടോട്ടൽ 23. അതിന് ഡിസ്കൗണ്ട് 5%. അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കിട്ടും. ഇതേപോലെ തന്നെ എന്തും ചെയ്യുക. പർച്ചേസ് ബുക്ക് ഇങ്ങനെ ചെയ്യുക, അതേപോലെ തന്നെ ഇതും ചെയ്യുക. നമ്മുടെ സെയിൽസ് ബുക്കും ചെയ്യുക. അതിനൊരു മാറ്റമില്ല.
ഓക്കെ. അപ്പൊ ഓക്കെയാണ്. ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് സ്പെഷ്യൽ ജേണൽ ഏതൊക്കെയെന്ന് പറയാണ്. അതിലൊരു എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ പിന്നെ അതിലുള്ളത് പർച്ചേസ് റിട്ടേൺ ബുക്കാണ്. പർച്ചേസ് റിട്ടേൺ ബുക്കും പിന്നെ അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ബുക്കും. പർച്ചേസ് ബുക്ക് എങ്ങനെ ചെയ്യുക, സെയിൽസ് ബുക്ക് എങ്ങനെ ചെയ്യുക, അതേപോലെ ഇത് ചെയ്യുക, ഒരു മാറ്റമില്ല. പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും പർച്ചേസ് റിട്ടേൺ ഒക്കെ ഒരേപോലെ. ഏതെങ്കിലും ഒരു ബുക്ക് പഠിച്ചാൽ പർച്ചേസ് ബുക്ക് പഠിച്ചാൽ സെയിൽസ് ബുക്കും ചെയ്യാം, സെയിൽസ് റിട്ടേൺ പഠിക്കുക, പർച്ചേസ് റിട്ടേൺ പഠിക്കുക. അപ്പോൾ അത് ഓരോന്നും സ്പെഷ്യൽ എടുത്ത് പഠിക്കേണ്ട. അതിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മള് പിന്നെ അതിന്റെ ഫോർമാറ്റ് ജസ്റ്റ് പറഞ്ഞാൽ ഇതാണ് എന്ത് നമ്മുടെ പർച്ചേസിന്റെ ഫോർമാറ്റ്. ആ സ്ഥാനത്ത് ഈ ഇൻവോയ്സിന്റെ നമ്പർ, ഇൻവോയ്സിന്റെ സ്ഥാനത്ത് പർച്ചേസ് റിട്ടേൺ ആകുമ്പോൾ ഡെബിറ്റ് നോട്ട് ആവും. അതൊന്ന് കൊടുത്തിരിക്കുക, ഡെബിറ്റ് നോട്ട് കേട്ടോ, ഡെബിറ്റ് നോട്ട് ആവും ഏത് പർച്ചേസ് റിട്ടേൺ ബുക്ക് ആകുമ്പോൾ. അതേപോലെ ഇതാണ് സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞത്. ഈ സെയിൽസ് ബുക്ക് ഇത് സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ ഈ ഇൻവോയ്സിന്റെ സ്ഥാനത്ത് എന്താവും, ക്രെഡിറ്റ് നോട്ട് ആവും. ബാക്കിയൊക്കെ സെയിൽസിന് അതേ ഫോർമാറ്റ് ആണ്. അത് മാത്രം മനസ്സിലാക്കി അതിൽ പ്രത്യേക ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ പറയുന്നുണ്ട് നോക്കി, ഇമ്പോർട്ടൻസ് സ്പെഷ്യൽ പരീക്ഷയ്ക്ക് ചോദിക്കും. ക്യാഷ് ബുക്ക് ഉപയോഗിക്കുക ഫോർ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷിന്റെ എല്ലാ ഇടപാടും റെക്കോർഡ് ചെയ്യാൻ ഏത് ഉപയോഗിക്കും, നമ്മള് ക്യാഷ് ബുക്ക് ഉപയോഗിക്കുക. പിന്നെ അത് ക്യാഷ് അപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ, റെന്റ് പെയ്ഡ് ബൈ ചെക്ക്, ചെക്കായിട്ട് റെന്റ് കൊടുത്തു, ഗുഡ്സ് പർച്ചേസ് ബൈ ചെക്ക്, അതൊക്കെ എന്താണ് ക്യാഷിന്റെ ട്രാൻസാക്ഷൻ. അപ്പൊ ക്യാഷ് ബുക്കിലാണ് എഴുതുന്നത്. പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ്, ഗുഡ്സ് കടത്തിന് വാങ്ങിയാൽ പർച്ചേസ് ബുക്കിൽ ഉപയോഗിക്കും. പിന്നെ സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് കടത്തിന് വിൽക്കുകയാണെങ്കിൽ ബുക്കും സെയിൽസ് ബുക്കിൽ ഉപയോഗിക്കും. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ട്രേഡർ ടു ദ സപ്ലയർ. അല്ലെ, വാങ്ങിയ സാധനം തിരിച്ചു വരാണ്. ഒരു വാങ്ങിയ സാധനം തിരിച്ചു, ഒരു കച്ചവടക്കാരൻ വാങ്ങിയ സാധനം സപ്ലയറിന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതേ ബുക്കിൽ എഴുതാം, പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് എഴുതിയത് കേട്ടോ. പിന്നെ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്താണ്, ഫോർ റെക്കോർഡിംഗ് ദ ഗുഡ്സ് റിട്ടേൺ ടു ദ ട്രേഡർ ബൈ ഹിസ് കസ്റ്റമർ. അല്ലെ, ഒരു കച്ചവടക്കാരന് കസ്റ്റമർ തിരിച്ചു തരാണ് സാധനം, വിറ്റ സാധനം തിരിച്ചു വരുമ്പോൾ മടക്കി വരുമ്പോൾ അല്ലെങ്കിൽ വിറ്റ സാധനം മടക്കി തരുമ്പോൾ ഇതാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ. ബിൽസ് റിസീവ്ഡ് പറഞ്ഞാൽ ബിസിനസ് ഫോർ റെക്കോർഡിംഗ് ബിൽ ഓൾ ബിൽസ് റിസീവ്ഡ് ബൈ ദി ട്രേഡർ ഫ്രം ദി കസ്റ്റമർ. അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് കിട്ടാനുള്ള പൈസ ഒക്കെ റെക്കോർഡ് ചെയ്ത് പുസ്തകത്തിന്റെ പേരാണ് ബിൽസ് റിസീവ്ഡ്. ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഒരു ബിസിനസ് സ്ഥാപനം ആർക്കൊക്കെ പൈസ കൊടുക്കാണ്ടോ ബിൽ ഗിവൺ ടു ദ സപ്ലയർ, ആർക്കൊക്കെ പൈസ കൊടുക്കാണ്ടോ അത് റെക്കോർഡ് ചെയ്തിട്ടാണ് ബിൽസ് റിസീവ്ഡ്. കിട്ടാനുള്ള ബിൽസ് റിസീവ്ഡ്, കൊടുക്കാനുള്ള ബിൽസ് കേട്ടോ. ജേണൽ പ്രോപ്പർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊന്നും പെടാത്ത ട്രാൻസാക്ഷൻ, ഇതിലൊന്നും പെടാത്ത ട്രാൻസാക്ഷൻ പറഞ്ഞാൽ ഇതൊക്കെയാണ്: ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ്, റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ട്രാൻസ്ഫർ എൻട്രീസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുഡ്സ് വിത്ഡ്രോൺ ഫോർ പേഴ്സണൽസ്, ഗുഡ്സ് ആണ് അതിന്റെ എൻട്രി ഇങ്ങനെ വരിക, ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് എന്നാണ് കേട്ടോ. അതിന്റെ എൻട്രി എപ്പോഴും ചോദിക്കുന്നതാണ്. ഗുഡ്സ് വിത്ഡ്രോൺ ഫോർ പേഴ്സണൽസിന്റെ എൻട്രി ഇതാ, ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ്, മാറിപ്പോകരുത് കേട്ടോ. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് കടത്തിന് വാങ്ങിയാലും വിറ്റത് അപ്പൊ അങ്ങനെ തരും. പിന്നെ മെഷീനറി പർച്ചേസ്ഡ് ഫ്രം ABC ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ്, ഓൺ ക്രെഡിറ്റ് കടത്തിന്. അപ്പൊ കടന്ന് കേൾക്കുമ്പോൾ നേരെ പർച്ചേസ് ബുക്കിൽ എഴുതിയത്. ഇവിടെ വാങ്ങുന്നത് എന്താണ്, മെഷീനറി വാങ്ങുന്നത്. ഫിക്സ്ഡ് അസറ്റ് കടത്തിന് വാങ്ങിയാലും വിറ്റാലും ജേണൽ പ്രോപ്പറാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ് ജേണൽ പ്രോപ്പർ, മറക്കരുത്. ഫിക്സ്ഡ് അസറ്റ് കടത്തിന് വാങ്ങിയാലും വിറ്റാലും ഏത് ബുക്കിൽ എഴുതുക, ജേണൽ പ്രോപ്പറിലാണ് എഴുതുക. അതവിടെ കൊടുത്തേക്കാം. ഇനി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നോക്കി, ദ എൻട്രീസ് ദാറ്റ് അഫക്ട് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിനെയും ക്രെഡിറ്റ് സൈഡിനെയും ബാധിക്കുന്ന എൻട്രീസിനെ പറഞ്ഞ പേരാണ് കോൺട്രാക്ട്. ഇതിന് എക്സാമ്പിൾ ചെയ്താൽ ചോദിക്കാറുണ്ട്. ഓപ്പൺ ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട്, ക്യാഷും ബാങ്ക് ഒന്നിച്ച് എൻട്രി പറഞ്ഞ പേരാണ്. ഓപ്പൺ ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി. ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് വിഡ്രോ ഫോർ ബിസിനസ്, ബിസിനസ് യൂസ് ക്യാഷ് വിഡ്രോ ചെയ്തു. ഇത് കോൺട്രാക്ടർക്ക് എക്സാമ്പിൾ ആണ്, മറക്കരുത് കേട്ടോ. ഇനി എന്താണ് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ദ ബുക്ക് പ്രിപ്പയർഡ് ബൈ ദി പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷിനാണ് ബുക്ക് തയ്യാറാക്കി ചോദ്യം കേട്ടോ. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ടൈനി എക്സ്പെൻസ് ഓഫ് ദി ബിസിനസ്. ഉണ്ടാകുന്ന ചെറിയ ചെറിയ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അതാണ് എക്സാമ്പിൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സാമ്പിൾ. നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. പിന്നെ ഇൻവെസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എമൗണ്ട് അഡ്വാൻസ്ഡ് ടു ദ പെറ്റി കാഷ്യർ ഇൻ ദി ബിഗിനിങ് ഓഫ് ദി പീരീഡ് ബൈ ദി മെയിൻ കാഷ്യർ. ഒരു മെയിൻ കാഷ്യർ ബിസിനസിന്റെ തുടക്കത്തിൽ പെറ്റി കാഷ്യർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് ബിസിനസിന്റെ ആരംഭത്തിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഡെബിറ്റ് നോട്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഡെബിറ്റ് നോട്ട് പറഞ്ഞാൽ ഒരു സോഴ്സ് ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാനുള്ള സോഴ്സ് ഡോക്യുമെന്റ് പറഞ്ഞ പേരാണ് ഡെബിറ്റ് നോട്ട്. ഇത് ഒരു സോഴ്സ് ഡോക്യുമെന്റ് ആണ് ഫോർ റെക്കോർഡിംഗ് സെയിൽസ് റിട്ടേൺ. മാറിപ്പോകുന്നത് കേട്ടോ. സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്ന സോഴ്സ് ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറഞ്ഞത് ക്രെഡിറ്റ് നോട്ട്. പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്ന സോഴ്സ് ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറഞ്ഞത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങള്. അപ്പൊ ഈ ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ല? ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഓക്കെ. കോൺട്രാക്ട് മാർക്ക് ചെയ്ത് രണ്ട് ഇത് എൻട്രി ദാറ്റ് അഫക്ട് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് എ ക്യാഷ് ബുക്ക്, അതിന് പറഞ്ഞ പേരാണ് കോൺട്രാക്ട്. ഓക്കെ, താങ്ക് യു.